ഡെലിവറൻസ് മെസ്സേജ് പാർട്ട് 2 വിടുതലിൻ്റെ ശുശ്രൂഷയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കനാന്യ സ്പിരിറ്റ് മക്കളുടെ അഭിവൃദ്ധിക്കും ബിസിനസ്സിനെതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ വെട്ടിമാറ്റാൻ ഒരു തരത്തിൽ പറയിപ്പിക്കത്തില്ല എന്ന് വാദം കിട്ടിയിരിക്കുന്ന ദുഷ്ടൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ തീയാണ് മുൻപോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇന്ന് ഹിഫിയർ സ്പിരിറ്റ്, ഹിത്തിയർ എന്നൊക്കെ സ്പിരിറ്റൊക്കെ ഓരോ സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ എന്താണ് മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ച ഇന്ന് ആത്മീയ ഗോളത്തിലാണ് നടക്കുന്നത്. ഇവയെ അഴിച്ചു മാറ്റാൻ നമുക്ക് അധികാരം വരണമെങ്കിൽ അറിയണം ശത്രു ഏതാന്ന്. ദുഷ്ടനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ നേരിട്ട്, അതായത് ഈ ശത്രു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വചനം അയച്ചാൽ അവൻ വാളുകൊണ്ട് വെട്ടി താഴെ വീഴും. പക്ഷെ ശത്രു അറിയാൻ വയ്യായെങ്കിലോ നമ്മൾ അറിയാൻ വയ്യാത്തത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭവനങ്ങളിൽ ബിസിനസ് നടക്കാതാകുമ്പോൾ, വിവാഹം ചുറ്റുപാടുള്ളവർ ആരെങ്കിലും ഒരു ദൈവത്തെ അറിയുന്ന പാസ്റ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും വചനമെന്ന് വെച്ച് പറയും, അപ്പുറത്തെ അവർ കൂടോത്തരം ചെയ്തതാണ്, ഇവരെ കണ്ണ് വെച്ചതാണ്, നമുക്കെല്ലാം ചിന്ത. പിന്നെ നമ്മുടെ വാശി മുഴുവൻ അവരോടാണ്. അവരല്ല ഇത്. ഒരു ഞങ്ങളുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കുന്നവർ പറയും, രാവിലെ തൊട്ട് കാക്കകളെ 50 കാക്ക വന്ന് ബഹളം വെച്ച് വെച്ചിരിക്കുക, ഒരു വലിയ കോൺഫറൻസ് കൂടുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എന്തുകൊണ്ട് ശാസിച്ചുകൂടാന്ന് ചോദിക്കും. ശാസിക്കണം എന്ന് അറിയണ്ടേ ആദ്യം. പിന്നാണ് ആത്മാവിൽ ഇത് ദുഷ്ടാത്മാവാണെന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല, ബേഡ്സിൽ കൂടെ, അതായത് എല്ലാ മൃഗങ്ങളെയും എല്ലാ സാധ്യതനും പിശാചിനും ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നോക്കും മൃഗങ്ങളെ. നമ്മൾ അത് അനുഭവിച്ചറിയണം. നമ്മൾ കാണും, നമ്മൾ പട്ടിയെ വളർത്തും, എക്സാമ്പിൾ പേപ്പട്ടിയാണെങ്കിൽ നമ്മളെ ഒന്ന് കടിക്കും. പക്ഷെ നമുക്കൊരു പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടി നമ്മുടെ വീടിനൊരു ഗേറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറാതെ സൂക്ഷിക്കേണ്ട ചുമതല ആ പട്ടി, ആ മൃഗം നമുക്ക് അനുകൂല. എന്നാൽ ദൂരെയുള്ള പട്ടി പേപ്പട്ടിയാണെങ്കിൽ അത് നമ്മളെ കടിക്കുകയും. ഇതുപോലെയാണ് ആത്മീയ ഗോളത്തിൽ നമ്മളൊരു വേലി കെട്ടിയില്ല എങ്കിൽ ശത്രു കയറി ഉപദ്രവിക്കും. അപ്പോൾ ഇന്നത്തെ സ്പിരിറ്റ് ഹിഫിയർ സ്പിരിറ്റാണ്. ഹിഫിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചല്ലോ, ജോഷുവയുടെ 3:10 രണ്ടാമത് പറയുന്നത് കനാന്യർ, ഹിത്യർ, ഹിഫ്യർ, പെരിസ്യർ, ഗിർഗസർ, ഇങ്ങനെ 7 പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ഹിഫിയർ സ്പിരിറ്റാണ്. ഈ ഹിഫിയർ സ്പിരിറ്റിനകത്ത് അവർ വില്ലേജ് അല്ലെ ഗ്രാമവാസികളെന്നാണ് പറയുന്നത്. ഒക്കൾട്ടിക് പ്രാക്ടീസാണ് അവർ ചെയ്യുന്നത്. ഈ പാസിറ്റോൺ തലമുറകളായിട്ട് അന്യദേവന്മാരെ വിളിച്ച് അവരുടേതായിട്ടുള്ള രീതികളിൽ പ്രകൃതിയിൽ നിന്ന് ശക്തി പ്രാപിച്ചെടുക്കും. അത് ഈ സൂര്യചന്ദ്രന്മാർക്കൊക്കെ ശക്തിയുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് അനുസരണക്കേടിൻ്റെ ആത്മാവ്. ഇവിടെ എല്ലാം അനുസരണക്കേടിൻ്റെ ആത്മാവുണ്ട്. നമ്മളത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ സ്പിരിറ്റ് നമ്മുടെ മക്കളിലും കയറി വരും. അതുകൊണ്ട് ഈ ഗ്രാമവാസികളുടെ അടുക്ക് പോയി താമസിക്കും. എന്ത് സൂപ്പർസ്റ്റിഷൻ അവർക്കുള്ളതെന്ന്. അവർക്ക് അങ്ങോട്ട് പോയാൽ പേടി, ഇങ്ങോട്ട് പോയാൽ പേടി. മനുഷ്യരെ പേടിപ്പിച്ചാണ് നിർത്തുന്നത്. നമ്മുടെ കേരളത്തിൽ അത്രയും കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വടക്കേ ഇന്ത്യയിലൊക്കെ ചെല്ലാമെങ്കിൽ ഭയം കൊണ്ടാണ്, ഒരു ഭയം കൊണ്ട് പേടിപ്പിച്ച് നിർത്തിയാണ്. കർഷകന്മാർക്ക് അവരുടെ അവകാശം കൊടുക്കത്തില്ല, ഭയപ്പെടുത്തി അവരെ ഇല്ലാതാക്കും. തലമുറകൾക്ക് പഠിക്കാനൊക്കത്തില്ല. ഇവിടെയൊക്കെ ഒത്തിരി മാറ്റം വന്നെന്ന് പറഞ്ഞാലും ഈ സ്പിരിറ്റ് ഇവിടെ ഉണ്ട്. എഫെസ്യരിനകത്ത് 2-ാം അധ്യായത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മളെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്, ആകാശത്തിലെ ആകാശത്തിനൊരു അധികാരമുണ്ട്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഉണ്ട്. ആകാശത്തിലെ സൂര്യചന്ദ്രന്മാർക്കൊരു അധികാരമുണ്ട്. ഒരു ദൈവം ഇവർക്കല്ലേ ഈ സ്റ്റാഴ്സിനൊക്കെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അത് ദുഷ്ടാത്മസേനകളെ ദൈവത്തിൻ്റെ ആത്മാവല്ലാത്തവർ അത് പിടിച്ചെടുക്കുന്നുണ്ട്. അത് ദൈവമക്കൾക്ക് വചനമാണ് തന്നിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഏകസത്യ ദൈവമാണ്. പക്ഷെ അല്ലാത്തവരെടുത്ത് ഉപയോഗിക്കുന്നത് അനുസരണക്കേട്, ദൈവത്തിൻ്റെ അനുസരണമില്ലാത്ത അനുസരണക്കേട്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ, അനുസരണമുള്ള മക്കളിലല്ല, അനുസരണക്കേടിൻ്റെ മക്കളിലും ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ദുരാത്മാവുണ്ട്. അതിനെ അനുസരിച്ചാണ് മനുഷ്യർ നടക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഇതിന് അടിമത്വമാണ്. നമുക്കൊരു വലിയ കറുത്ത കാർമേഘം കാണും, നമുക്ക് ഭയമാണ്. വലിയ ഇടിമിന്നലായി നമുക്ക് ഭയമാണ്. കാരണം പ്രകൃതിക്കൊരു ശക്തിയുണ്ട്. പക്ഷെ ദൈവമക്കൾ, ഇപ്പം എനിക്കും ഇടിമിന്നൽ ഭയമുണ്ട്. പക്ഷെ ഞാനെങ്ങനെയാണ് അത് മാറ്റിയെന്ന് വെച്ചാൽ, ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു, നീ പറ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ഇടിമിന്നലിൽ ശത്രുവിനെ കൊല്ലാനും എന്നെ ജീവനോടെ വെളിച്ചമാക്കി നിർത്താനും, അങ്ങനെ ഞാൻ പറയും. അപ്പോൾ പിന്നെ എനിക്ക് പേടി മാറി. അപ്പോൾ ഒരേ ശക്തി
ദൈവാത്മാവ് ഉപയോഗിക്കുമ്പോൾ അത് നന്മയ്ക്കായിട്ടും ദുരാത്മാവ് അത് നാശത്തിനായിട്ടും ഉപയോഗിക്കും. എങ്ങുമില്ലാത്തവരെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും മനുഷ്യർ. ഇടിമിന്നൽ, ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇടിമിന്നൽ വന്ന് ആ മനുഷ്യൻ മരിക്കുന്നതാണ്. എന്താ? പ്രകൃതിക്കൊരു ശക്തിയുണ്ട്. എന്തിന് നമ്മുടെ മക്കൾ അവിടെ പോയി? എങ്ങനെ അവിടെ ചെന്ന് പറ്റി? അപ്പോൾ ഇതൊക്കെ നമ്മളറിയാത്ത മണ്ഡലത്തിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് 91 കൊണ്ടുവരണം. സങ്കീർത്തനം 91 നിസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ കൊടിക്കീഴിൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. രാത്രിയുള്ള ഭയത്തെയും പകൽ പറക്കുന്ന സ്ത്രീ ഉച്ചയ്ക്കുള്ള സംഹാരത്തെയും ഭയപ്പെടുത്തുന്ന ഒന്നിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടാൻ അവകാശമില്ല. പറയാനുള്ള ധൈര്യം. ഉദരബലമെന്ന് സ്തോത്രയാകത്താൽ എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. അവരേത് വഴിയിൽ നടന്നാലും ഇസ്രായേൽ ജനത നല്ലതൊന്നും ആയിട്ടൊന്നും അല്ല ഇവരെല്ലാം ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഒരു മോശ നിന്നതുകൊണ്ട്, ഇപ്പോൾ ഒരു കാലേബ് ഒരു ജോഷുവായി നിന്നതുകൊണ്ട് നമ്മളെന്തെടുക്കുക? നമ്മളോട് ഇത് തന്നെയാണ് ദൈവം പറയുന്നത്. ആരെങ്കിലും ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കണം. ആരും ഇല്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. വളരെ നിർബന്ധമുള്ള ഇത് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനീ പറയുമ്പോൾ ഇതിൽ കൂടെ പ്രയാസി കൂടെ പോകുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ വെക്കും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ടൈപ്പ് സൈഡിൽ ചെന്നാൽ, പഠിത്തം ഇല്ലാത്ത ആളുകളുടെ അടുക്ക് ചെന്നാൽ തൊടുന്നതിനും തൊട്ടതിനും എല്ലാം ഭയമാണ്. ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ട് അവൻ നല്ലതാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഉടനെ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന്, അവർ കണ്ണ് വെച്ച് പോയി. കാരണം ഉള്ളിൽ ഭയമല്ലേ. നമ്മൾ എപ്പോഴേലും സന്തോഷിക്കും. ക്രിസ്ത്യാനി എപ്പോഴേലും ഒന്നിച്ച് സന്തോഷിക്കും. നമുക്ക് ഭയമാണ്. രണ്ട് സൈഡും ഉണ്ട്. വേലി കെട്ടുന്നില്ല. ഇപ്പം യോബിന് പോലും ഭയമുണ്ടായിരുന്നു. യോബിൻ്റെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കും, സന്തോഷിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ യോബ് ഇവരറിഞ്ഞോ അറിയാതെയോ വല്ല പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞ് മൃഗത്തിനെ കൊണ്ട് യാഗമാക്കുമായിരുന്നു. എന്നിട്ടും ദൈവം പരീക്ഷിച്ച അവസാനം കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ഈ സ്പിരിറ്റുകളുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ വന്നവർ ഈ സമ്പ്രദായങ്ങൾ മാറ്റണം. കൾട്ടെന്ന് അതിന് പറയും. അത് ചില രീതികളിൽ അങ്ങനെ അങ്ങ് ഉറച്ചു നിൽക്കുക. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നമ്മൾ മാറത്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് നമ്മൾ ക്രൂശിനാൽ ജയമെടുത്ത് കർത്താവിൻ്റെ ക്രൂശിന്മേൽ ഇവയെല്ലാം ജയിച്ച ദൈവം ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം വരുമ്പോഴാണ് സ്പിരിറ്റുകൾ അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്, കർത്താവിൻ്റെ രക്തം, അതായത് കുഞ്ഞാടിൻ്റെ രക്തം. ഈ ദുഷ്ടാത്മാക്കളും മൃഗങ്ങളുടെ രക്തം ഒഴിച്ചിട്ടാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. നമുക്കതിലും വിശുദ്ധമായ രക്തം, പാപമില്ലാത്ത പാപപരിഹാരത്തിന് നമുക്ക് വേണ്ടി തന്ന പുത്രൻ്റെ രക്തം, വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കണം. ഇപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ രക്തം കയ്യിലെടുക്കണം. അല്ല എങ്ങനെയാണ്? കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തത്തിൽ ഞങ്ങളെ തന്നെ കഴുകുന്നു. നിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തം എൻ്റെയും എൻ്റെ മക്കളുടെ മേലും വീഴുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ നീ ഒരു ശാശ്വതമായ നിൻ്റെ ആ ഒരു കവറിങ് വെച്ചിരിക്കുന്നു. നിൻ്റെ തൂവൽ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം. ഇത് പറയുമ്പോൾ സംഭവിക്കും. കാരണം വചനം ദൈവമാണ്, ദൈവം വചനമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നോ അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഈ സ്പിരിറ്റ് അഴിഞ്ഞു പോയൊക്കത്തുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പറയുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ ഇത് കൊണ്ടിട്ട് ഈ സ്പിരിറ്റ് എൻ്റെ കുടുംബത്തിലുണ്ട്. ദൈവത്തിന് ആത്മാവിനെതിരായിട്ട് ഇപ്പോൾ ചില വീടുകളുടെ ചുറ്റും ചില വൃക്ഷങ്ങൾ നിൽക്കും. അപ്പോൾ എന്നെ വിളിച്ച് പലരും പറയും, എൻ്റെ ആൻറ്റി വലിയൊരു വൃക്ഷം അപ്പുറത്ത് നിൽപ്പുണ്ട്, അത് എൻ്റെ വീടിൻ്റെ മേളിലോട്ട് തന്നെ വീഴത്തുള്ളൂ. അവരോട് പറഞ്ഞിട്ട് അവർ അനങ്ങുന്നില്ല. പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമ്മൾ ഒരുപോലെ പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥിച്ച് ഒരു മാസത്തിനകം ആ വൃക്ഷം തന്നെ വീഴും. പക്ഷേ ആർക്കും ശല്യമില്ലാത്തൊരു സ്ഥലത്തോട്ട് അത് വീഴുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ വിചാരിക്കും ഈ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഗമ കാണിക്കുന്നതല്ല, എന്നും ആപത്ത് മുമ്പ് നിൽക്കുന്നു, എന്നും മരണം മുമ്പ് നിൽക്കുന്നിടത്തു നിന്നാണ് രക്ഷിക്കുന്നത്. ദുഷ്ടൻ വരുന്നത് കൊല്ലാനും മുടിപ്പാനും അറുപ്പാനാണ്. യോഹന്നാൻ്റെ 10:10 പറയുന്നു, ഞാൻ വരുന്നത് ജീവൻ തരാൻ, സമൃദ്ധം. അപ്പോൾ സമൃദ്ധമായ ജീവൻ തരാൻ കനാന്യ സ്പിരിറ്റ് അഴിഞ്ഞു പോകണം. സമൃദ്ധമായ ജീവൻ എന്ന് പറയുമ്പം ഏത് കാര്യത്തിൽ ഇറങ്ങാൻ അവിടെ ഒരു അനുഗ്രഹവും ഐശ്വര്യവും പറഞ്ഞു. കൃഷിക്കിറങ്ങിയാൽ സമ്പത്തുണ്ടാക്കാം. ഏതിറേറിയ ഏതിലാട്ട് ചെയ്യുന്നതിൽ അനുഗ്രഹം അനുഭവിക്കാനുള്ള കൃപ വേണം. അത് കനാന്യ സ്പിരിറ്റുമാണ്. 2
ഈ കൂടോത്രം അല്ലെങ്കിൽ ഈ ആഭിചാരങ്ങൾ നമുക്കെതിരായിട്ട് വരുന്നത് അഴിഞ്ഞു പോകണം. അതാണ് ഹിത്യർ സ്പിരിറ്റ്. ഹിവ്യർ സ്പിരിറ്റും ഹിത്യർ സ്പിരിറ്റും ഒക്കെ എല്ലാത്തിനും അഴിച്ചു കാണും. പൂർവന്മാരുടെ സമ്പ്രദായമാണെന്നും പറഞ്ഞ് ഓരോ ഒക്കൾട്ടിക് പ്രാക്ടീസ് ചെയ്യുന്നതിനെല്ലാം നിർത്തിവെച്ചിട്ട് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവാത്മാവ് എൻ്റെ മേൽ വസിക്കുമ്പോൾ അപ്പച്ചൻ തീയായിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് പിളർന്ന നാവ് പോലെ എൻ്റെ ഉള്ളിലേക്ക് വന്ന് ശത്രുവിനെ വെട്ടിമാറ്റുന്ന സമയമാണ്. അപ്പോൾ ക്രൂശിക്കുന്നിടം വരെ യേശു എന്ന് വിളിക്കുന്ന യേശു ഇന്നിപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ക്രിസ്തുവായി മാറി, രക്ഷകനായിട്ട് മാറുകയാണ്. അധികാരം, ദ പവർ കംസ് ഫ്രം എബവ്. ഈ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണം. പലപ്പോഴും ഇത് പറയുമ്പോഴേ അഴിയുകയാണ്. ഇത് പറയാതെ, അതായത് ഇരുട്ട് തിരിക്കുന്ന വെളിച്ചത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ശക്തി മാറും. ഇതാണ് ഇവിടെ കളിക്കുന്നതെങ്കിൽ അഴിഞ്ഞേ ഒക്കത്തുള്ളൂ. മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മഹത്വത്തിൻ്റെ പ്രത്യാശയായിരുന്ന ക്രിസ്തു എന്നിൽ വസിക്കുന്നതിനാൽ എനാക സ്പിരിറ്റ്, കനാന്യ സ്പിരിറ്റുണ്ട്, ഹിബ്യർ സ്പിരിറ്റുണ്ട്, ഹിത്യ സ്പിരിറ്റുണ്ട്. ഈ സ്പിരിറ്റുകളൊക്കെ നമ്മുടെ തലമുറകളെ മുൻപോട്ട് വിടത്തില്ലെന്നും പറഞ്ഞ് മുൻപോട്ട് നിൽക്കുന്ന ഈ ശക്തികളെ അഴിച്ചു മാറ്റാൻ നീ ഇസ്രായേൽ ജനതയോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്നും അദൃശ്യ മണ്ഡലങ്ങളിൽ യുദ്ധമുണ്ട്. ആത്മാവിൻ്റെ തീയിൽ നിൽക്കുന്നില്ല എങ്കിൽ ഈ ശത്രു അകത്ത് കയറും. വിടവ് എവിടെയാണ്, അതായത് കർത്താവെ വേലി എവിടെയാണ് പൊളിഞ്ഞു കിടക്കുന്ന അവൻ നോക്കുന്നു. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയിലാണ് ഇവൻ കയറുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വേലി ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ തന്ത്രം അറിഞ്ഞുകൊണ്ട് കർത്താവ് 2 പേർ ഒരുമനപ്പെട്ട് ഐക്യമത്യം പ്രാർത്ഥിച്ചാൽ ഈ ശത്രുവിനെ അഴിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് വരുന്ന സകല ക്ഷുദ്രപ്രയോഗങ്ങളും ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, ബുദ്ധി മന്ദിപ്പിക്കുന്നത്, കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപത്തിൻ്റെ പുറകെ പോകുന്നതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ കുറവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീയിറക്കിയേ പറ്റൂ. വചനം ജഡമായേ പറ്റൂ, വചനം ജീവനായേ പറ്റൂ. വചനമാകുന്ന ദൈവത്തിൻ്റെ പ്രസൻസ്, ക്രിസ്തുവിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ മക്കളുടെ അടുക്കൽ ചെന്ന് പറ്റണം. കർത്താവ് അവിടെ അതിശക്തനായിട്ട് നിൽക്കുന്നവർ കാണണം. ശത്രുവിന് ശക്തി ഉണ്ടെങ്കിൽ അതിൽ വലിയ ശക്തനായ യേശുവിനെയല്ലേ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത്. നിൻ്റെ മുമ്പിൽ വയ്ക്കൊന്നും കർത്താവ് നിന്ദ്യനായ ചുള്ളിക്കൊമ്പെന്നാണ് നീ വിളിക്കുന്ന പിശാചിനെ. പക്ഷേ ഞങ്ങളിതിനെ വലുതായിട്ട് കാണുന്നതിൻ്റെ റീസൺ ഞങ്ങളിൽ ആത്മാവിൻ്റെ തീയില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ മക്കളും ഞങ്ങളിലൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീയ് പുലർന്ന നാവുപോലെ പെന്തക്കോസ്തിൽ വന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നിട്ട് പോലും പത്രോസും ശിഷ്യന്മാരും ഭയന്നിരുന്നിടത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അതിശക്തനായിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ആത്മാവിൽ വീഞ്ഞു കുടിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കനാന്യ സ്പിരിറ്റ്, ഒരു ഹിഫ്യ സ്പിരിറ്റ്, ഒരു ദുരാത്മാവിൻ്റെ സ്പിരിറ്റ് അവിടെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തില്ല. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ ശത്രു എത്ര വലുതെന്ന് തോന്നിപ്പിച്ചാൽ അവനൊന്നുമില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേലിട്ട് കടന്നു വന്നിട്ട് ഇപ്പോൾ അധികാരത്തോടെ സംസാരിക്കുന്നു. അന്ധകാരശക്തി അഴിച്ചു മാറ്റാൻ ഗബ്രിയേല്, മീഖയേല്, യൂറിയേല് കടന്നു വന്ന് ശത്രുവിനെ അഴിച്ച് അവൻ്റെ തന്ത്രങ്ങളെ അഴിച്ചു മാറ്റി കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി തിരിച്ചു കൊണ്ടുവരിക. വചനം പറയേണ്ട മക്കൾ, ജോഷുവയുടെ വരമുള്ള മക്കൾ, വചനം ഉദ്ഘോഷിക്കേണ്ട മക്കൾ, സുവിശേഷം സുവാർത്ത ദൂത് കൊടുക്കേണ്ട മക്കൾ, ദൈവത്തിൻ്റെ സിയോൻ മലയിലോട്ട് കയറുന്നതിന് പടിവാതുക്കൾ നിൽക്കുന്ന ദുഷ്ടാത്മാവിനെ അടിച്ചു മാറ്റിയിട്ട് വഴി നിരപ്പാക്കി കൊടുക്കും. കടന്നു കയറി വരട്ടെ. കർത്താവിൻ്റെ വൻകര അവരെ പിടിച്ചിരിക്കുന്നു. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇന്ന് ഞങ്ങൾ ഈ കെട്ടുകൾ ദുഷ്ടൻ്റെവനെ അഴിച്ചു മാറ്റി കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരും. ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, എന്തിനാണ് ഞങ്ങൾ വിഷമിക്കുന്നത്, അതിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങളുടെ മേൽ അകമ്പടിയോടെ ദൈവദൂതന്മാർ നിർത്തിക്കൊണ്ട്, ഇടതുപോലെ നിർത്തിക്കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൻ്റെ വാതിൽ കൊണ്ടുവരികയല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ഉറപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ജയം നിശ്ചയമാണ് നിന്നിൽ. ആ ജയം ഞങ്ങളുടെ തലമുറകൾക്ക് വാങ്ങിച്ചെടുക്കാൻ കൂട്ടമായിട്ട് ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.